വളാഞ്ചേരിക്കാരുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു സായാഹ്നങ്ങളിൽ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഒരു പാർക്ക് എന്നത്. ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ കരിങ്കലത്താണിക്ക് സമീപം വേളികുളത്ത് വിശാലമായ ഒരു പാർക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം എത്താനിരിക്കുന്നു. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കലിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ പാർക്ക് യാഥാർത്ഥ്യമായത്. പാർക്കിനെ കുറിച്ച് ചെയർമാനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. വളാഞ്ചേരിക്കാരുടെ ഏറെ നാളത്തെ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഈ പാർക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളാഞ്ചേരി നഗരസഭയിൽ കുട്ടികൾക്കും അതുപോലെ മുതിർന്ന ആളുകൾക്കും ഒന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ ഇരുന്ന് ഒന്ന് സംസാരിക്കുക. കുട്ടികൾക്ക് ചെറിയ കളി ഉപകരണങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു കേന്ദ്രമൊന്നും വളാഞ്ചേരിയിലുണ്ടായിരുന്നു. നേരത്തെ പല ആളുകളും ഇത് സംബന്ധിച്ചിട്ട് ഇത്തരമൊരു പാർക്ക് വേണമെന്നുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. വളാഞ്ചേരി നഗരസഭയിൽ തന്നെയുള്ള ആസ്തിയിലുള്ള വേളികുളത്തുള്ള ഏകദേശം 40 സെൻറ്റ് വരുന്ന ഈ സ്ഥലം, അത് ഈ കുളം അതേ രീതിയിൽ തന്നെ പൂർണ്ണമായിട്ടും നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താമെന്നുള്ള ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പാർക്ക് എന്നുള്ളൊരു ആശയം ഉദിക്കുന്നത്. നഗരസഭ അതിനെ സംബന്ധിച്ച് ഒരു DPR തയ്യാറാക്കി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്ന സമയത്താണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു ചെറിയ ടൂറിസം എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് വേണമെന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന പദ്ധതി പ്രാവർത്തികമാക്കാനുള്ള അപേക്ഷ ക്ഷണിക്കുന്നത്. ഞങ്ങൾ ഈ പ്രപ്പോസൽ അതിലേക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ 50 ലക്ഷം രൂപ ആ പദ്ധതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ ആ പദ്ധതിയിൽ നിന്നും കൂടി ആ എമൗണ്ടും കൂടി ലഭിച്ചതോടുകൂടി ഇതൊന്നും കൂടി വിപുലമായിട്ട് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ഇത് സജീവമാക്കുന്നതിന് വേണ്ടിയിട്ട് 1,34,72,000 രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ പാർക്കിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത്. ഗവൺമെൻറ് സ്ഥാപനമായ സിൽക്കാണ് ഇതിൻ്റെ ടെൻഡർ അവർക്കാണ് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ, അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ചെറിയ ഇവൻറ്റുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ സ്റ്റേജ്, അതുപോലെ നേരത്തെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള ഓപ്പൺ ജിമ്മ്, അങ്ങനെയുള്ള ഇവിടെ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാതും, അതുപോലെ തന്നെ ഒരു ഇവിടെ ആളുകൾക്ക് വരുമ്പോൾ ഒരു സ്നാക്സോ ചായ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നതിനുള്ള കഫറ്റീരിയ, അപ്പുറത്ത് ഫീഡിംഗ് റൂം, ഒരു ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു ടോയ്ലറ്റ്, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് പാർക്കിൻ്റെ, മാത്രമല്ല ഇതിൻ്റെ സോളാർ ലൈറ്റുകളോട് കൂടിയിട്ട് രാത്രിയും ഇത് പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ രീതിയിലാണ് ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ഒരു പ്രവർത്തനമാണ് നഗരസഭ ഇപ്പോൾ പൂർത്തിയാക്കുകയും അടുത്ത 22-ാം തീയതി 4 മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ MLA ആബിദ് സുന്നങ്ങളുടെ അധ്യക്ഷതയിൽ ടൂറിസം വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ്. ഇതിൽ 12ഓളം കുട്ടികൾക്ക് കളിക്കുന്നുള്ള എക്യുപ്മെൻറ്റുകൾ ഇതിലുണ്ട്. കുട്ടികൾക്ക് ചെറുതായിട്ട് ഇതൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. ചെറിയ കുട്ടികൾക്ക് അവിടുന്ന് മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് താഴേക്ക് വരുന്ന രീതിയിൽ, അപ്പുറത്ത് കുറേ അനിമൽസിൻ്റെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് അവർക്ക് ചെറിയ കുട്ടികൾക്കും കുറച്ച് ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ രീതിയിലുള്ള ഇത്, അതുപോലെ കുട്ടികൾക്ക് അപ്പുറത്ത് അവരുടെ ആരോഗ്യക്ഷമത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില എക്സസൈസ് ഉപകരണങ്ങളടക്കം കാര്യങ്ങളാണ് ഇതിൽ ഇപ്പോൾ സംവിധാനിച്ചിട്ടുള്ളത്. ഇതിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ടിക്കറ്റ് ചാർജും മറ്റു കാര്യങ്ങളൊക്കെ നഗരസഭ ഇതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം അതിന് വേണ്ടിയിട്ട് ഒരു നടത്തിപ്പുകാരുടെ ഇതിൽ ടെൻഡർ വിളിച്ചിരുന്നു. ആ ടെൻഡർ ഒരുപാട് 4-5 ആളുകൾ ഇവിടെ ടെൻഡർ സമർപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ലഭിച്ച 2,51,000 രൂപ നൽകിയ വ്യക്തിക്കാണ് ഇതിൻ്റെ ടെൻഡർ ലഭിച്ചിട്ടുള്ളത്. 5 വയസ്സിന് താഴെയുള്ള ആളുകൾക്കും അതുപോലെ 80 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും തികച്ചും സൗജന്യമായിട്ടാണ് ഇതിലേക്ക് എൻട്രി നൽകുന്നത്.
10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയും അതിന് മുകളിലുള്ള ആളുകൾക്ക് 20 രൂപയുമാണ് പ്രവേശന ഫീസായിട്ട് ഇത് നഗരസഭയുടെ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നഗരസഭ ഇതിൻ്റെ പ്രവർത്തന സമയം 3 മണി മുതൽ 7:30 വരെയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 7:30 മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ നമ്മളവിടെ ചെറിയ ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. ആ ഓപ്പൺ സ്റ്റേജ് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ നടത്താനുള്ള നിശ്ചിത ഫീസോട് കൂടിയിട്ട് പ്രോഗ്രാം നടത്താനുള്ള കാര്യം കൂടി ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ചെറിയ ഒരു 10-100 ആളുകൾ കൂടുന്ന രീതിയിൽ ഒരു ഓപ്പൺ സ്റ്റേജായിട്ട് ഓപ്പൺ അന്തരീക്ഷത്തിൽ ചെറിയ ഇപ്പോൾ ബർത്ത്ഡേ പരിപാടികൾ, അതുപോലെ സ്കൂളിൻ്റെ ബാച്ചിൻ്റെ ഒത്തൊരുമിക്കൽ, അതുപോലെ ചില സാംസ്കാരിക സംഘടനകൾക്കൊക്കെയുള്ള ചെറിയ എഴുത്തുകാർക്ക് മറ്റുള്ള ആളുകൾക്കൊക്കെ ഇരുന്നിട്ട് ചെറിയ പ്രോഗ്രാമുകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ ഫീസ് അത് ഈടാക്കിക്കൊണ്ട് അതിന് സൗകര്യം അവിടെ വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മളിതിൻ്റെ ഈ വേളികുളം ഈ പ്രദേശത്തുള്ള നമ്മളൊരു ജലസ്രോതസ്സാണ്. അത് പൂർണ്ണമായിട്ട് അപ്പോൾ ആദ്യം തുടക്കത്തിൽ ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു, അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം കൂടി ഉപയോഗിച്ചുകൂടെ. പക്ഷേ അതില്ലാതെ ഈ കുളം പൂർണ്ണമായിട്ടും സംരക്ഷിച്ചുകൊണ്ട് ആണ് ഇതിൻ്റെ ഈ പാർക്കിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കി. അത് കുളം നിലനിർത്തിയത് കൊണ്ട് അതിൻ്റെ ഒരു മനോഹാരിത വേറെ തന്നെ അത് കാണുന്നുണ്ട്. അത് നമുക്ക് ഭാവിയിൽ വേറെ മറ്റു പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാനും പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ അത് വളാഞ്ചേരിയുടെ ഒരു ബ്യൂട്ടി സ്പോട്ടായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുമിച്ച് ആഹ്ലാദം പങ്കിടാൻ അല്ലെങ്കിൽ ഹാപ്പി ആക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം, അതോടൊപ്പം സാംസ്കാരിക പരിപാടികൾ, കലാപരിപാടികളൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ട് വളാഞ്ചേരിക്കാരുടെ കുറേ കാലത്തൊരു സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വളാഞ്ചേരിക്കാരുടെ ഏറെ നാളത്തെ ഒരു സ്വപ്നം ഈ വരുന്ന 22-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് യാഥാർത്ഥ്യമാവുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് പാർക്ക് ഉദ്ഘാടനം ചെയ്യും. ആബിദ് ഹുസൈൻ തങ്ങൾ MLA, ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഇതിൽ പങ്കെടുക്കും. അതോടൊപ്പം നാട്ടുകാരും കുട്ടികളും എല്ലാവരും ഈ ചടങ്ങിൽ എത്തിച്ചേരും. അവർക്ക് എപ്പോഴും സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ട് ഈ സ്ഥലം മാറും എന്നതിൽ തർക്കമില്ല.